السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഒരു പ്രത്യേക വിഷയമാണ്. ഞാൻ മലയാളത്തിലും ഉറുദുവിലും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആരോഗ്യത്തെപ്പറ്റിയാണ്. നമ്മുടെ ആരോഗ്യ സംരക്ഷണം, അതുപോലെ തന്നെ പലപ്പോഴും നാച്ചുറൽ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നാം കഴിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിൽ പറഞ്ഞ ആ വിഷയത്തെപ്പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഇംഗ്ലീഷിൽ പല വിഷയവും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്ന് ഇംഗ്ലീഷിൽ ആകാശത്തിലുള്ള മേലെയുള്ള പല ബോഡികളെ പറ്റിയായിരുന്നു ക്ലാസ് എടുത്തത്. അതുകൊണ്ട് മലയാളത്തിലും അങ്ങനെ തന്നെ ക്ലാസ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ വളരെ ഒറ്റപ്പെട്ട ക്ലാസ്സുകൾ മാത്രം മലയാളത്തിലും ഉറുദുവിലും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഗാസിയയിൽ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്. നാം എപ്പോഴും എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൽ നമ്മുടെ ഇമാം ഈ ആയത്തുകൾ ഓതുന്നത് എപ്പോഴും കേൾക്കുന്നുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്നത്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എങ്ങനെയാണ് ഒട്ടകത്തെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്? അതിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾ പഠിക്കുന്നില്ലേ, നിങ്ങൾ റീസർച്ച് ചെയ്യുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നാണ്. ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി ഞാൻ മുമ്പ് വിശദമായ ഒരു ക്ലാസ് എടുത്തിരുന്നു. വീണ്ടും അല്ലാഹു ചോദിക്കുന്നു, ആകാശങ്ങളെ നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് അതിനെ ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന്. ആ ഉയർത്തിയതിൽ വളരെയധികം ചിന്തിക്കാനുണ്ട്, അതിനെപ്പറ്റി പഠിക്കാനുണ്ട് എന്നാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, വൈലൽ ജിബാലി കൈഫ നുസിബത് വൈലൽ അർളി കൈഫ സുതിഹത്, നിങ്ങൾ പർവ്വതങ്ങളെക്കൊള്ള നോക്കുന്നില്ലേ, അതിനെ എങ്ങനെ അല്ലാഹു തആല നാട്ടപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഭൂമിയെ അല്ലാഹു തആല എങ്ങനെ അതിനെ ഒരു പരവതാനിയെപ്പോലെ സ്പ്രെഡ് ഔട്ട് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ. ഇവിടെ നമ്മുടെ ഇന്നത്തെ വിഷയം ആകാശത്തിലുള്ള ഹെവൻലി ബോഡീസുകൾ, ഒരുപാട് ആകാശത്തിലെ മേലെ ബോഡികളുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട്. അതിനെപ്പറ്റിയാണ് വിഷയം. എങ്കിലും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പലയിടത്തും ഈ ആകാശവും അതിലുള്ള ആ ബോഡികളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. സൂറത്തുൽ കാഫിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, 6-ാമത്തെ ആയത്താണ്, അഫലം യൻദുറു ഇലസ് സമായി ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. അല്ല, ജനങ്ങൾ ആകാശങ്ങളെ നോക്കുന്നില്ലേ, അതിനെപ്പറ്റി പഠിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അവരുടെ മേലെയുള്ള ആകാശം എന്ന് പറഞ്ഞാൽ മേലെയുള്ള എല്ലാ സാധനങ്ങളും. കൈഫ ബനൈനാഹ, അല്ലാഹു തആല അതിനെ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. അതിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി, അതിൻ്റെ വലിപ്പത്തെപ്പറ്റി, അതിൻ്റെ ആ ലൈറ്റ്നിങ് സ്പീഡിനെ പറ്റി, അതിൻ്റെ പ്രകാശ വർഷത്തെപ്പറ്റി, അതേപോലെ തന്നെ അത് സഞ്ചരിക്കുന്ന ആ ഭ്രമണപഥങ്ങളെപ്പറ്റി, അതിനെപ്പറ്റി അനേകം കാര്യങ്ങൾ കാലങ്ങളോളം പഠിച്ചാൽ തീരാത്ത
നൂറ് വർഷങ്ങൾ പഠിച്ചാൽ തീരാത്ത കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, റീസർച്ച് ചെയ്യുന്നില്ലേ? അള്ളാഹു എന്നിട്ട് പറഞ്ഞു, സയ്യന്നാഹ, അതിനെ നാം വളരെ അലങ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അലങ്കാരം, അതിൻ്റെ പ്രകാശങ്ങൾ ഓരോന്നോരോന്നായി വെവ്വേറെ ചെറുതും വലുതും നമുക്ക് കാണുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കണം എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഒമാലഹ മിൻ ഫുറൂജ്, അതിന് ഒരു വിള്ളലും ഇല്ല. അതിന് അങ്ങനെയുള്ള യാതൊരു വിള്ളലുകള് അല്ലെങ്കിൽ തകർച്ചകള് അല്ലെങ്കിൽ കൂട്ടിമുട്ടലുകള് എന്തും അതിനില്ല. എല്ലാം ഏക ഇലാഹായ ലോക പ്രപഞ്ച നിയന്താവായ അള്ളാഹു എല്ലാത്തെയും നിയന്ത്രിക്കുന്നു. നാം ഇവിടെയാണെങ്കിൽ എത്രയാണ് മനുഷ്യനിർമ്മിതമായ വെഹിക്കിൾസുകളൊക്കെ കൂട്ടിമുട്ടുന്നത്. അങ്ങനെ ഇതിനൊരു കൂട്ടിമുട്ടലുകൾ ഇല്ല. എല്ലാം അല്ലാഹു തആല നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു. അല്ലാഹു തആല സൂറത്തുർ റഅദിൽ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, അല്ലാഹു ആകാശങ്ങളെ ഉയർത്തിയിരിക്കുന്നു യാതൊരു തൂണുകൾ പില്ലറുകളും ഇല്ലാതെ. നിങ്ങൾ കാണുന്ന തറൗനഹ, നിങ്ങൾ കാണുന്ന പില്ലർസുകൾ ഇല്ലാതെ അള്ളാഹു അതിനെ ഉയർത്തിയിട്ടുണ്ട്. അതിന് പില്ലറുകൾ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കതിനെ കാണാൻ പറ്റുന്നില്ല. ശാസ്ത്രജ്ഞർ ആ പില്ലറുകളെ പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ നാം കാണാത്ത പില്ലേഴ്സുകൾ, തൂണുകൾ എന്ന്. അതേപോലെ അല്ലാഹു തആല സൂറത്തുൽ മുൽക്കിൽ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. അല്ലാഹു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഒന്നിന്റെ മേലെ ഒന്നായി. പക്ഷേ അതിലൊന്നിലും നിങ്ങൾക്ക് യാതൊരു നിലക്കുള്ള ഒരു വീഴ്ചകളും കണ്ടെത്താൻ കഴിയില്ല. അത് ഏറ്റവും ദയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതേപോലെ തന്നെ അല്ലാഹു തആല സൂറത്തുൽ അംബിയായിലെ 32-ാമത്തെ ആയത്തിൽ പറയുന്നു, വജഅൽന സമാഅ സഖഫൻ മഹ്ഫൂദൻ വഹും അൻ ആയാതിനാ മുഅ്രിദൂൻ. നാം ആകാശങ്ങളെ, മേൽഭാഗങ്ങളെ ഒരു സുരക്ഷിതമായ മേൽക്കൂരയാക്കി, ഒരു സുരക്ഷിതമായ മാടുകൾ മേൽക്കൂരകളാക്കി. എങ്കിലും ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുന്നു. ഇന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്, ഒരുപാട് മേൽക്കൂരകൾ നാം കാണുമ്പോൾ നമുക്ക് ഈ നഗ്നനേത്രങ്ങളിൽ കാണാൻ പറ്റാത്ത ഒരുപാട് മേൽക്കൂരകളുണ്ട്. പക്ഷെ അതിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് മുഖേന നമുക്കിവിടെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ശാസ്ത്രജ്ഞർ പറയുന്നു, എക്സ്പോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ലെയർസുകൾ, പാളികൾ നമ്മുടെ മേലെയുണ്ട്. അതെല്ലാം ഈ സൂര്യന്റെ സ്ഫോടനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ വളരെ ഹാനികരമായ ആ സാധനങ്ങൾ അത് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇങ്ങോട്ടയക്കുകയും മറ്റ് എല്ലാത്തിനെയും നമുക്ക് ഹാനികരമായ എല്ലാത്തിനെയും അങ്ങോട്ടും അയക്കുന്നുണ്ട് ആ പാളികൾ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. പക്ഷെ അല്ലാഹു പറയുന്നു, ഇതൊക്കെ നമ്മുടെ ദൃഷ്ടാന്തമാണ്. വഹും അൻ ആയാതിനാ മുഅ്രിദൂൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുന്നു. അതിൻ്റെ അർത്ഥം ഈ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയാൻ പാടില്ല. ഇതിനെപ്പറ്റി നിങ്ങൾ നന്നായി പഠിക്കണം, ഇതിനെപ്പറ്റി നിങ്ങൾ ഗവേഷണങ്ങൾ ചെയ്യണം, കാര്യങ്ങൾ കണ്ടെത്തണം എന്നാണ്. പക്ഷേ വളരെ ചുരുങ്ങിയ ആൾക്കാരെ മാത്രമേ ഇതിനെപ്പറ്റി പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്യുന്നുള്ളൂ. അധിക പേരും ഇതിനെപ്പറ്റി അല്ലാഹു തആല ഇത്തരം സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു,
700ഓളം സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം, ഗവേഷണം ചെയ്യണം, കാര്യങ്ങൾ കണ്ടെത്തണം എന്ന്. പക്ഷെ അധിക പേരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളത് വളരെ വളരെ ഖേദകരം തന്നെയാണ്. അല്ലാഹു തആല സൂറത്തുൽ ജാസിയയിൽ 3ഉം 4ഉം ആയത്തുകളിൽ പറഞ്ഞു, ഇന്ന ഫിസ് സമാവാതി വൽ അർദി ലആയാതിൽ ലിൽ മുഅ്മിനീൻ വഫീ ഖൽഖികും വമാ യബുസ്സു മിൻ ദാബ്ബ. തീർച്ചയായും ആകാശഭൂമികളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, വിശ്വാസികൾക്ക്. നിങ്ങളുടെ സ്വയം ശരീരങ്ങളിലും ദൃഷ്ടാന്തമുണ്ട്. അതുപോലെ ലോകത്തിലുള്ള എല്ലാ ജന്തുജാലങ്ങൾക്കും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. അതിൻ്റെ അർത്ഥം അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. ആകാശത്തെപ്പറ്റി, ഭൂമിയെപ്പറ്റി, നമ്മുടെ സ്വയം ശരീരത്തെപ്പറ്റി ചിന്തിക്കണം. നമ്മുടെ സ്വന്തം ശരീരത്തെപ്പറ്റി 100 വർഷങ്ങൾ ഗവേഷണം ചെയ്താലും തീരാത്തത്ര കാര്യങ്ങൾ അവിടെയുണ്ട്. സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞു, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നാം മെല്ലെ മെല്ലെ ക്രമേണ നിങ്ങൾക്ക് കാണിച്ചു തരും, അവർക്ക് കാണിച്ചു തരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ. എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവരുടെ സ്വന്തം ശരീരങ്ങളിലും. എന്തിനാ? പരിശുദ്ധ ഖുർആൻ ഇത് ഹക്കാണ് എന്ന് അവർക്ക് വ്യക്തമാകാൻ വേണ്ടി. ഇന്ന് ശാസ്ത്രജ്ഞര് അള്ളാഹു കാണിച്ചത് കൊണ്ട് ഓരോന്നോരോന്നായി അവർ കണ്ടുപിടിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരുപാട് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ശരീരത്തെ പറ്റിയല്ല, നമ്മുടെ ശരീരത്തെ പറ്റിയല്ല, ആകാശത്തെ പറ്റിയും ആകാശമേലെയുള്ള ഒരുപാട് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടികളെ പറ്റിയും, സൂര്യനെ പോലെ അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ ഈ ഭൂമി, നാം വസിക്കുന്ന ഈ ഭൂമി, ഇതിൻ്റെ വെയിറ്റ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് 6000 മില്യൺ ട്രില്യൺ ടണ്ണാണ്. 1 മില്യൺ അല്ല, 1000 മില്യൺ അല്ല, 6000 മില്യൺ ട്രില്യൺ ടണ്ണാണ്. ഇങ്ങനെയുള്ള ഈ ഭൂമി നമ്മുടെ സൂര്യൻ്റെ അകത്ത് 13 ലക്ഷം ഭൂമി പിടിക്കും, ഫിറ്റാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സൂര്യനേക്കാൾ വലുത്, എത്രയോ വലുത്, സമയമില്ലാത്തതിൻ്റെ പേരിൽ ചുരുക്കുന്നു, എത്രയോ വലുത് ഒരുപാട് നക്ഷത്രങ്ങൾ, എത്രയോ 1000 ഇരട്ടി വലുത് ഒരുപാട് നക്ഷത്രങ്ങൾ ഈ നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ എത്ര പറഞ്ഞാലും അത് തീരുകയില്ല. നമ്മുടെ ജീവൻ, നമ്മുടെ ആയുസ് മുഴുവനും പറഞ്ഞാലും തീരുകയില്ല. അല്ലെങ്കിൽ 1000 വർഷങ്ങൾ, ലക്ഷങ്ങൾ വർഷങ്ങൾ പറഞ്ഞാലും തീരൂല. അത്രമാത്രം പഠിക്കാനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത്, പ്രചോദിപ്പിക്കുന്നത് നമ്മുടെ പരിശുദ്ധ ഖുർആനാണ്. പഠനത്തെപ്പറ്റി, ഗവേഷണത്തെപ്പറ്റി, കണ്ടുപിടിക്കലിനെപ്പറ്റി. പക്ഷേ അധിക പേരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. അല്ലാഹു തആല നമുക്കെല്ലാം ചിന്തിക്കുവാനും പഠിക്കുവാനും എന്നിട്ട് അള്ളാഹുവിൻ്റെ കുദറത്തുകൾ മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.